നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജിയുടെ ഹൊറർ നോവലായ അക്ഷൗഹിണി. ഇനിയും ഉറങ്ങാതിരിക്കുക. മുറിയിലേക്ക് കടന്നു വന്ന സൗദാമിനിയമ്മ സ്നേഹപൂർവ്വം മകളെ നോക്കി. മകൾ കൂട്ടുകാരികൾക്ക് നടുക്കായിരുന്നു. അവർക്ക് പറയാനും കളിയാക്കാനും ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ ഹേമലതയ്ക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? അല്ലെങ്കിൽ തന്നെ ഈ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിയുമോ? നാളെ ഹേമലതയുടെ വിവാഹമാണ്. ചിന്തിച്ചു കൂട്ടാനും സങ്കല്പിക്കാനും ഇക്കിളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഹേമലത 20 കഴിഞ്ഞ സുന്ദരി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും മനസ്സിനെ ഇളക്കാൻ പോകുന്ന ആകാരഘടനയും മുഖസൗന്ദര്യവും ഹേമലതയ്ക്കുണ്ട്. പഴുത്ത ഓറഞ്ചിന്റെ നിറമുള്ള ആ മേനിയെ ഒന്ന് പുൽകാൻ കൊതിക്കാത്ത ചെറുപ്പക്കാർ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്കാർക്കും അവളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഇന്നോളം ആ നാട്ടിൽ ആർക്കും ഉണ്ടായിട്ടില്ലാത്ത വശീകരണ ശക്തിയുള്ള കണ്ണുകളായിരുന്നു ഹേമലതയുടേത്. ആ ദൃഷ്ടികൾ കണ്ടു കഴിയുമ്പോൾ തന്നെ എതിരെ നിൽക്കുന്നവരുടെ ഹൃദയം പിടയാൻ തുടങ്ങും, ശരീരം കുഴയും, പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എക്സ്റേ ശക്തിയാണ് ആ കണ്ണുകൾക്ക്. ഒരു കല്ലിൽ നോക്കിയാൽ അത് ഉരുകിപ്പോകും. ചെറുപ്പക്കാർ പിറുപിറുക്കും. അതുകൊണ്ട് മാത്രമല്ല, റിട്ടയർഡ് ക്യാപ്റ്റൻ മഹാദേവനാണ് അവളുടെ അച്ഛൻ എന്നതും ചെറുപ്പക്കാരെ അവളിൽ നിന്നും പിന്തിരിപ്പിക്കും. പ്രബ്ദാദിയാണ് മഹാദേവൻ. ലൈസൻസുള്ള തോക്ക് കയ്യിലുണ്ട്. ഇട്ടുമോടാൻ സ്വത്ത്. ഒരേ ഒരു അനുജനുള്ളത് മുഖ്യമന്ത്രി. ഹേമലതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് അടുപ്പം തോന്നിയിട്ടില്ല. സ്ത്രീകൾക്കുണ്ടാകുന്ന വികാരങ്ങൾ അവൾക്കുണ്ടാകാഞ്ഞിട്ടല്ല, ഏതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അവൾ. സൗദാമിനിയമ്മ മകളെയും കൂട്ടുകാരികളെയും നോക്കി വീണ്ടും പറഞ്ഞു, എല്ലാവരും കിടന്നോളൂ, നാളെ അതിരാവിലെ എണീൽക്കേണ്ടതല്ലേ? ശരി അമ്മേ, ഞങ്ങൾ കിടന്നോളാം, കൂട്ടുകാരികളിൽ ഒരുവൾ പറഞ്ഞു. അമ്മ മുറിവിട്ടു പോയപ്പോൾ അവർ നേരത്തെ പറഞ്ഞു വന്നതിന്റെ ബാക്കി സംസാരിച്ചു തുടങ്ങി. താഴത്തെ നിലയിൽ മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുറ്റത്ത് മനോഹരമായ പന്തൽ. ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരെയും മഹാദേവൻ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഈ ഗ്രാമവാസികൾ ഇത്രയും വലിയൊരു വിവാഹം കണ്ടിട്ടുണ്ടാവില്ല. നാളെ VIP-മാരുടെ ഒരു പട തന്നെ ഉണ്ടാകും. പാചകത്തിന് പേര് കേട്ടവരാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴേ തന്നെ ഒരു തരം സുഖമുള്ള ഗന്ധം അവിടെയൊക്കെ പരന്നിരിക്കുന്നു. 2ാം നിലയുടെ കിഴക്കേ അറ്റത്തുള്ള മുറിയാണ് ഹേമലതയുടേത്. തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ അവളും കൂട്ടുകാരികളും പന്തലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. മഹാദേവൻ എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്. 50 വയസ്സായിട്ടും അയാളെ കണ്ടാൽ 40-ൽ കൂടുതൽ തോന്നിക്കില്ല. രാജകലയാണ് ആ മുഖത്ത്. പന്തലിന് മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. സ്റ്റേറ്റ് കാർ. മഹാദേവൻ അങ്ങോട്ട് നോക്കി. അനുജനാണ് ജയദേവൻ. കാറിൽ നിന്നിറങ്ങി മുഖ്യമന്ത്രി വേഗം ഏട്ടന്റെ മുന്നിലെത്തി. നിനക്ക് ഇത്ര നേരത്തെ എങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞു ജയദേവ? മഹാദേവൻ ചിരിച്ചുകൊണ്ട് അനുജനോട് തിരക്കി. ഈ ഒരു പരിഹാസം കേട്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഏട്ടാ. പിന്നെ ജനസേവനം, മുഖ്യമന്ത്രി പദം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട വേണ്ട, ഇതൊരു വിവാഹ വീടാണെന്ന് ചീഫ് മിനിസ്റ്റർ മറന്നുപോയെന്ന് തോന്നുന്നു. 10 പേരെ കാണുമ്പോൾ നിനക്കൊന്ന് പ്രസംഗിക്കണമെന്ന് തോന്നും. അതിരിക്കട്ടെ, പോലീസ് അകമ്പടി ഇല്ലാതെയാണല്ലോ നീ വന്നത്. അത്രയും ഭാഗ്യം. നാളെയും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ. ജയദേവൻ ചിരിച്ചു. പട്ടാളക്കാരനായ ഏട്ടന് പോലീസുകാരോട് ഇത്ര വിരോധം തോന്നാനുള്ള കാര്യം അറിയില്ലെങ്കിലും നാളെ പോലീസ് യൂണിഫോം അണിഞ്ഞ ഒറ്റയാൾ പോലും ഇവിടെ കാണാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പോരെ? ആശ്വാസം. അപ്പോഴേക്കും മന്ത്രിയുടെ ഭാര്യയും മക്കളും അങ്ങോട്ട് വന്നു. ഞാൻ വന്നില്ലെങ്കിലും ഇവരുടെ മഹത്തായ സേവനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഏട്ടാ. സേവനത്തെക്കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. അടുത്ത ഇലക്ഷനും ഭർത്താവിനെ ജയിപ്പിക്കാനുള്ള പൊടിക്കൈകൾ ജനങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയായിരുന്നു നിന്റെ സഹധർമ്മിണി ഇതുവരെ. അത് കേട്ടവരൊക്കെ ഉറക്കെ ചിരിച്ചു. ആ, അപ്പൊ എനിക്കെന്താണ് ഏട്ടാ ഈ രാത്രിയിൽ ഇവിടെ പണി? ഉണ്ട്, നീ വേഷം മാറി വാ. അവയിലുള്ള തേങ്ങ തിരുമ്മിയെടുക്കണം. മുഖ്യമന്ത്രി തേങ്ങ തിരുമാനോ? പത്രക്കാര് അത്തരം ഒരു ഫോട്ടോ പ്രസിദ്ധീകരിച്ച അടുത്ത തെരഞ്ഞെടുപ്പിന് പെണ്ണുങ്ങളുടെ വോട്ട് പിടിക്കാമടാ. എന്നാ പിന്നെ അങ്ങനെ. ജയദേവൻ വീട്ടിനുള്ളിലേക്ക് കടന്നു. ജ്യേഷ്ഠനെയും അനുജനെയും കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുകയാണ്. സമയം 12 മണി. ഹേമലതയും കൂട്ടുകാരികളും അപ്പോൾ ഉറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. എങ്കിലിനി നാളെ രാവിലെ സംസാരിക്കാം. ഹേമലത കിടക്കയിലേക്ക് ചാഞ്ഞു.
പലതും ചിന്തിക്കാൻ കാണും അല്ലേ? കൂട്ടുകാരികളുടെ ചോദ്യത്തിന് അവൾ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ മറ്റൊരുവൾ കൂട്ടിച്ചേർത്തു, നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളിന് 7 ഏട്ടന്മാരാണെന്നാ കേട്ടത്. സൂക്ഷിക്കണേ സുന്ദരിക്കുട്ടി. അവരൊക്കെ കല്യാണം കഴിച്ചതാണെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നിന്നെപ്പോലെ സുന്ദരിയായ ഒരുവൾ അക്കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഏട്ടന്മാർക്ക് അനുജന്റെ ഭാര്യയോട് ഇത്തിരി സ്നേഹക്കൂടുതൽ തോന്നിപ്പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പലയിടങ്ങളിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നീ ഒന്നും മിണ്ടാതെ കിടക്കടി, വായാടി. ഒരുവൾ അവളെ ശാസിച്ചു. നീയാണെങ്കിൽ ഏട്ടന്മാരെയും അനുജന്മാരെയും ഒന്നിനും വിടത്തില്ലെന്ന് എനിക്കറിയാം. അത് പിന്നെ ആവശ്യമായി വന്നാൽ ഷോ നാക്കെടുത്ത വഷളത്തരമേ പറയൂ. ആ നിർത്ത്. ഹേമലത ഓർത്തു. ശരിയാണ്, വിജയന് 7 ഏട്ടന്മാരാണ്. എല്ലാവരും ആ വലിയ തറവാട്ടിൽ തന്നെയാണ് താമസം. വിവാഹാലോചന വന്നപ്പോൾ തന്നെ കൊച്ചച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഈ കല്യാണം നടക്കുകയാണെങ്കിൽ കൊച്ചച്ചന് പുറത്തെങ്ങും പോയി വോട്ട് പിടിക്കേണ്ട ആവശ്യമേ വരില്ല. അവിടുത്തെ വോട്ട് മാത്രം മതി ജയിക്കാൻ. ഹേമലതയുടെ ചുണ്ടിൽ ചിരിയൂറി. ഇത്രയും ആൾക്കാർ ഒരു വീട്ടിൽ തന്നെ? ഓ, അവൾക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എല്ലാവരുടെയും പേരുകൾ ഓർത്തിരിക്കണമെങ്കിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാവും. എന്തായാലും വിജയനെ തനിക്ക് ഇഷ്ടമായി. എഞ്ചിനീയറാണ് വിജയൻ. ആ ശബ്ദത്തിന് പോലും എന്തോ ഒരു വശ്യതയാണ്. തന്റെ ശരീരത്തിൽ കുളിര് വീഴുന്നത് ഹേമലത അറിഞ്ഞു. നാളെ ഈ സമയം താൻ വിജയനോടൊപ്പം അവിടെ. വിജയൻ തന്നെ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കുകയാവും? ഇരുളിലേക്ക് നോക്കിക്കിടന്ന് അവൾ കീഴ്ച്ചുണ്ട് കടിച്ചു. അറിയാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. വിവാഹപന്തലിന് മുകളിൽ ഒരു വാവൽ വട്ടമിട്ട് പറന്നു. വൃക്ഷക്കൊമ്പിലിരുന്ന ഒരു മൂങ്ങ തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ അവളെ തുറച്ചു നോക്കി. ഐസ് പോലെ തണുത്ത ഒരു കാറ്റ് ജനാലയിലൂടെ അകത്തേക്ക് കടന്നു വന്നു. അത് ഹേമലതയ്ക്ക് ഒരു വലയം തീർത്തതുപോലെ നിന്ന് കറങ്ങി. പുറത്ത് ഈ സമയം പൊടിപടലങ്ങൾ ഇളകി പറത്തി വന്യമായൊരു കാറ്റ് ചീറി വന്നു. തുടിയിൽ നിന്നും മണ്ണും കരിയിലുകളും ഇളകി കാറ്റിന്റെ ഒപ്പം ചേർന്നു. ആരോ പറഞ്ഞു വിട്ടതുമാതിരി 1000 കരങ്ങൾ നീട്ടി അത് വിവാഹപന്തലിന് നേരെ ചീറി വന്നു. അനുനിമിഷം അതിന് ശക്തിയേറുകയായിരുന്നു. കാറ്റിനുള്ളിൽ നീരാളി പോലെ കരങ്ങൾ ചലിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് കൃത്യമായൊരു രൂപമുണ്ടായിരുന്നില്ല. ഒരു പിടി തലമുടി കാറ്റിൽ ഇളകി പറക്കുന്നത് പോലെ. വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞു. പക്ഷേ ആ മൂങ്ങ അവിടെ നിന്ന് അനങ്ങിയില്ല. കാറ്റ് പന്തലിന് ചുറ്റും ഉണ്ടായിരുന്ന വെളുത്ത തുണിയെ കീറിയെറിഞ്ഞ് അകത്തേക്ക് അടിച്ചു കയറി. പന്തലിലുണ്ടായിരുന്നവർ ചാടി എണീറ്റു. ഹോ, എന്താ ഇത്? കൊടുങ്കാറ്റോ? ആരോ നിലവിളിച്ചു. ആൾക്കാരുടെ കണ്ണുകളിലേക്ക് മണ്ണും കരിയിലകളും പറന്നു വീണു. അസഹ്യമായ നീറ്റലിൽ അവർ കണ്ണുകൾ ഇറുക്കി അടച്ചു. പന്തൽ ആടി ഉലഞ്ഞു. വിധാനങ്ങൾ സർപ്പങ്ങളെപ്പോലെ താണ്ഡവമാടി. മുഖ്യമന്ത്രി ജയദേവൻ പുറത്തേക്ക് പാഞ്ഞു. പന്തൽ തലയിൽ വീണാലോ? മഹാദേവൻ സ്തംഭിച്ചു നിന്നു. എന്താ ഇങ്ങനെ? കേരളത്തിൽ ഇത്തരമൊരു കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ലല്ലോ. മരണവീട്ടിലേതുപോലെ അവിടെ നിന്നും കൂട്ട നിലവിളികൾ ഉയർന്നു. പാചകം ചെയ്തുകൊണ്ടിരുന്നവയിലേക്ക് മണൽത്തരികൾ ചിതറി വീണു. ചെറുപാത്രങ്ങൾ കാറ്റിൽ പറന്നു. അട പുഴുങ്ങുന്നതിന് അരുകിൽ നിൽക്കുകയായിരുന്ന മുഖ്യ പാചകക്കാരന്റെ ഉടുതുണി അഴിഞ്ഞ് കാറ്റിൽ കുരുങ്ങി. കൗബീനം മാത്രമെടുത്ത അയാൾ തറയിൽ കമിഴ്ന്നു കിടന്നു. എന്റെ ദൈവമേ! മഹാദേവൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു. പക്ഷേ കാറ്റടങ്ങിയില്ല. ക്രൂരമായൊരു പ്രതികാരം പോലെ അത് വീശിക്കൊണ്ടിരുന്നു. എന്നാൽ 2ാം നിലയിൽ ഹേമലതയുടെ മുറിയിൽ മാത്രം ആസുര ശക്തിയുള്ള ഈ കാറ്റ് കടന്നു ചെന്നില്ല. അവിടെ മാത്രം ശാന്തമായിരുന്നു. നേരത്തെ കടന്നു വന്ന ആ ഐസിന്റെ തണുപ്പുള്ള കാറ്റ് മാത്രം അവളെ വലയം ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. സൂചി പോലെ തണുപ്പ് അവളുടെ രോമകൂപങ്ങളിലേക്ക് അരിച്ചരിച്ചു കയറി. ഹേമലത അറിയാതെ ഒന്ന് പൊളഞ്ഞു. പുറത്തെ വെളിച്ചം ജനാലയിലൂടെ അകത്തേക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. കാറ്റ് പതിയെ അവളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒതുങ്ങി. അവളുടെ നൈറ്റിലെ ഹുക്കുകൾ തനിയെ അകന്നു മാറി. ചെറുപ്പക്കാരെ മുഴുവൻ കൊതിപ്പിച്ചിരുന്ന ആ മാറിടങ്ങൾ ഒരു പുരുഷ സ്പർശനത്തിനായി ദാഹിച്ചു. കാറ്റ് പതിയെ താഴേക്ക് നീങ്ങി. താഴെ പന്തലിൽ കാറ്റിന്റെ പിടിയിൽ നിന്ന് അകലുവാൻ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് നിന്നിരുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ ഹേമലതയുടെ ഈ രംഗം തെളിഞ്ഞു. അയാളുടെ രക്തം തിളച്ചു. ചെല്ല് ചെല്ല്! കാതിനരികിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. അറിയാതെ അയാളുടെ കാലുകൾ മുന്നോട്ട് നീങ്ങി.
തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ ചിരപരിചിതനെ പോലെ അയാൾ ഹേമലതയുടെ മുറിക്ക് നേരെ നടന്നു. അയാളെ ആരും കണ്ടില്ല. മുറിക്കുള്ളിൽ ഹേമലതയുടെ രൂപം പുറത്തുനിന്നെത്തുന്ന വെളിച്ചത്തിൽ അയാൾ കണ്ടു. വല്ലാത്തൊരു ആവേശത്തോടെ അയാൾ കിടക്കിയിലേക്കിരുന്നു. ആ മുറിയിലുണ്ടായിരുന്ന അവളുടെ കൂട്ടുകാരികൾ ഇതറിഞ്ഞില്ല. ഇരുളിലൂടെ പറന്നെത്തിയ എന്തോ പാചകപ്പുരയിലെ അടുപ്പിൽ വീണു. കത്തിക്കരിയുന്ന തലമുടിയുടെ വല്ലാത്ത ദുർഗന്ധം അവിടെ പരന്നു. വഴിയരികിൽ നിന്നിരുന്ന ഒരു റബ്ബർ മരം ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീണു. ലൈൻ പൊട്ടി. അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടായി. കല്യാണ വീട് കനത്ത ഇരുട്ടിൽ മുങ്ങി. കാറ്റ് ശമിച്ചിരുന്നില്ല. അവിടെ നിന്നുയരുന്ന നിലവിളികൾ അമർന്നിരുന്നില്ല. പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് കാറ്റ് ശമിച്ചത്. അതിനുശേഷമാണ് ആരോ പോയി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതും അവിടെയെല്ലാം വെളിച്ചം പരന്നതും. കനത്ത നിശബ്ദതയായിരുന്നു എങ്ങും. ഒരു ഭീകര ദുരന്തത്തിന്റെ ബാക്കി പത്രം പോലെ കല്യാണപ്പന്തൽ. ആരോ മനഃപൂർവ്വം അത് കുത്തിക്കീറി നശിപ്പിച്ചതുപോലെ തോന്നുമായിരുന്നു. മഹാദേവന്റെ മനം പിടഞ്ഞു. ഈ രാത്രി എല്ലാം കൊണ്ട് തന്നെ ഒന്നു മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഈ പന്തലിൽ അതിഥികളെ സ്വീകരിച്ചിരുത്താനാവില്ല. ഏത് നിമിഷവും നിലംപൊത്തിയേക്കാം എന്ന രൂപത്തിലാണ് അതിന്റെ നിപ്പ്. മഹാദേവൻ ദയനീയമായി അനുജന്റെ മുഖത്തേക്ക് നോക്കി. മുഖ്യമന്ത്രി ജയദേവനും ചിന്തിക്കുകയായിരുന്നു. ഏട്ടന്റെ മാത്രമല്ല, തന്റെയും കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. ഇവിടുത്തെ പാചകപ്പുരയിൽ മണ്ണു വീഴാത്ത ഒരൊറ്റ സാധനം പോലുമില്ല. അതുകൊണ്ട് ഇനിയൊന്നും ഉപയോഗിക്കാനാവില്ല. എല്ലാം ഒന്നുകൂടി ഏർപ്പാടാക്കേണ്ടി വരും. അതിന് സാധനമെടുക്കണമെങ്കിൽ പട്ടണത്തിൽ പോകണം. 10,000 പേരെയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രതീക്ഷിക്കുന്നത്. അത്രയും പേർക്ക് ഭക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞാൽ പാചകക്കാരിൽ പ്രധാനി നിലവിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ഓടി വന്നത്. ഇനിയിപ്പോ ഞങ്ങൾ എന്തെടുക്കും സാറേ? അതിനുത്തരം നൽകാൻ ചേട്ടനോ അനുജനോ കഴിഞ്ഞില്ല. മഹാദേവന്റെ ഹൃദയം നുറുങ്ങുകയായിരുന്നു. തൻ്റെ ഒരേ ഒരു മകൾ, ഒരാൺതരിയെ കൂടി ദൈവം തന്നിരുന്നുവെങ്കിൽ ഈ അവസരത്തിൽ അവനൊരു തുണയായേനെ. ക്ഷണിച്ചവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ മറക്കുമോ മരിക്കുവോളം ആൾക്കാർ അതൊക്കെ? പിന്നെയും പിന്നെയും അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും കാലം ഒരു പോറൽ പോലും ഏൽക്കാതിരുന്ന അഭിമാനം. ഏതോ മഹാദുരന്തം സംഭവിച്ചതുപോലെ സൗദാമിനി അമ്മ വിസിറ്റിംഗ് റൂമിലെ സെറ്റിയിൽ തളർന്നിരുന്നു. എന്തോ ചിന്തിച്ചുറച്ച മട്ടിൽ ജയദേവൻ വീടിനുള്ളിലേക്ക് കയറി. ഫോൺ എടുത്തു. പല നമ്പറുകളിലേക്കും വിളിച്ചു. തലസ്ഥാനം മുതൽ ഇങ്ങോട്ട്. ഏതാണ്ട് അരമണിക്കൂറോളം അയാൾ ഫോൺ ചെയ്ത് പലർക്കും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഒന്നും മിണ്ടാതെ അനുജനെ തന്നെ നോക്കിക്കൊണ്ട് മഹാദേവൻ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു. ജയദേവൻ റിസീവർ വെച്ചു. ഒന്നും പേടിക്കണ്ട ഏട്ടാ. വിവാഹം നമുക്ക് പട്ടണത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം. ഇവിടെ എത്തുന്ന മുഴുവൻ ആൾക്കാരെയും നമുക്ക് അങ്ങോട്ട് നീക്കാം. ഓഡിറ്റോറിയത്തിൽ നേരത്തെ വിവരം അറിയിക്കാത്തത് കാരണം ഭക്ഷണം ഒരുക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തലസ്ഥാനം മുതൽ ഇങ്ങോട്ട് 10 ഹോട്ടലുകാരെ ഏർപ്പാട് ചെയ്തു. 1000 പേർക്ക് വീതമുള്ള ആഹാരം അവർ കൃത്യസമയത്തിനുള്ളിൽ ഓഡിറ്റോറിയത്തിൽ എത്തിക്കും. പോരെ? പൊന്നുമോളുടെ കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ, ഇനിയിപ്പോ വരുന്നത് പോലെ വരട്ടെ. ക്ഷീണിച്ച അവശനായ മട്ടിൽ അയാൾ സൗദാമിനിയുടെ അടുത്തെത്തി. മോള് താഴേക്ക് വന്നില്ലേടി? ഇല്ല, എല്ലാം കണ്ട് മനസ്സ് തകർന്ന് അവൾ മുറിയിൽ തന്നെ ഉണ്ടാകും. മോളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ലാത്തതിനാൽ ഞാൻ അങ്ങോട്ട് പോയില്ല. നല്ലത്. അവളുടെ കൂടെ കൂട്ടുകാരികളും ഉണ്ടല്ലോ, അവരവളെ ആശ്വസിപ്പിക്കും. അയാൾ തിരിഞ്ഞ് അനുജനെ നോക്കി. ജയദേവ, വിവാഹസ്ഥലം മാറ്റിയത് വിജയന്റെ വീട്ടിൽ അറിയിക്കണ്ടേ? ഈ അർദ്ധരാത്രിയിൽ അവരെ വിളിച്ചുണർത്തണം ഏട്ടാ. രാവിലെ ഫോൺ ചെയ്താൽ പോരെ? അവരവിടെ നിന്നും 9 മണി കഴിഞ്ഞേ ഇറങ്ങൂ. എങ്കിൽ അത് മതി. ഈ സമയം അങ്ങ് അകലെ വെണ്ണിലാമറ്റം ഗ്രാമത്തിൽ നീരേറ്റുപുറം തറവാട് ഇരുളിലാണ്ട് തലയുയർത്തി നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 200 വർഷത്തിലധികം പഴക്കമുള്ള തറവാട്ടിൽ 25-ലധികം അംഗങ്ങൾ. കാരണവരും ഭാര്യയും 8 ആൺമക്കളും. അവരിൽ 7 പേരുടെ ഭാര്യമാരും കുട്ടികളും വേലക്കാരും. എന്നാൽ തന്നെയും തറവാട്ടിൽ ഇനിയും ആരും ഉപയോഗിക്കാത്ത മുറികൾ ബാക്കിയാണ്. പഴയ കാലത്തെ ഒരു കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന തറവാട്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള നോവലിൽ പറഞ്ഞിരിക്കുന്ന കോട്ട പോലെയാണത് രാത്രികാലങ്ങളിൽ തോന്നുക. ചുറ്റും സെൻട്രൽ ജയിലിൻ്റേത് മാതിരിയുള്ള കനത്ത മതിൽക്കെട്ടും അതിനോട് ചേർന്ന വലിയ പടിപ്പുരയും ഒരു ആനയ്ക്ക് കടക്കാൻ തക്ക വലിപ്പമുള്ള വാതിലും. വെണ്ണിലാമറ്റം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാത്രമേ തടിയിൽ തീർത്ത കൂറ്റൻ വാതിൽ പൂർണ്ണമായും തുറക്കാറുള്ളൂ. അന്ന് പറയെടുക്കുന്നതിനായി ആനയെ പടിപ്പുരയിലൂടെ അകത്തു കയറ്റും. 51 നിറപറയാണ്.
നീരേറ്റുപുറം തറവാട്ടിൽ നിന്നും കാണിക്കയായി അർപ്പിക്കുക. പിന്നെ ആ വലിയ വാതിൽ തുറന്നിട്ടുള്ളത് മക്കളുടെ വിവാഹ ദിനങ്ങളിലാണ്. അന്ന് കാറുകൾ ആ വഴി മാത്രമേ പുറത്തേക്ക് വരികയും തിരികെ പോവുകയും ചെയ്യുകയുള്ളൂ. അല്ലാത്ത അവസരങ്ങളിൽ തറവാട്ടുമുറ്റത്തേക്ക് വണ്ടികൾ കയറ്റുവാൻ മതിൽ കിഴിച്ച് ഒരു ചെറിയ വാതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വഴി കാറിനും അതിൽ ചെറിയ വാഹനങ്ങൾക്കും മാത്രമേ അകത്തേക്ക് കടക്കാനാവൂ. രാത്രി കാലങ്ങളിൽ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അവിടുത്തെ ഗേറ്റും അടച്ചു കഴിഞ്ഞാൽ പിന്നെ തറവാട്ടു വളപ്പിൽ ഇറങ്ങുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. അഥവാ വല്ല കള്ളന്മാരോ മറ്റോ ഇറങ്ങിയ ജീവനോടെ തിരികെ പോവുകയും ബുദ്ധിമുട്ടാവും. പുലികളെ വെല്ലുന്ന 2 നായ്ക്കളാണ് അവിടെയുള്ളത്. രാത്രി സമയത്ത് അവ തറവാടിനു ചുറ്റും സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കനത്ത മതിൽക്കെട്ടിനുള്ളിലെ തറവാട്ടു വളപ്പ് തന്നെ ഏതാണ്ട് 10 ഏക്കറിൽ കുറയില്ല. അവിടെ മുഴുവൻ ഫലവൃക്ഷങ്ങളും കൃഷിയുമാണ്. തറവാടിന് പടിഞ്ഞാറ് ഭാഗത്താണ് കുളം. സ്ത്രീകൾ മാത്രമാണ് അവിടെ കുളിക്കുന്നത്. പടിപ്പുരയുടെ ഇടത് ഭാഗത്ത് ഒരു വലിയ ഇലഞ്ഞിമരവും അതിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വള്ളികളും. ഇലഞ്ഞിക്ക് തറ കെട്ടിയിട്ടുണ്ട്. തെക്കുഭാഗത്താണ് തൊഴുത്ത്. ഏതാണ്ട് 10ഓളം സങ്കര ഇനങ്ങളിൽപ്പെട്ട പശുക്കൾ അവിടെ ഉണ്ട്. തറവാട്ടിലേക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞാൽ തന്നെ ഗ്രാമത്തിലെ മിൽമാബൂത്തിൽ എത്തിക്കുവാൻ 50 ലിറ്റർ പാലെങ്കിലും രാവിലെ കിട്ടും. തൊഴുത്തിനോട് ചേർന്ന് 2 മുറികളുണ്ട്. അവയിൽ ഒന്നിലാണ് പശുവിനെ മേയ്ക്കുന്ന ചെറുപ്പക്കാരൻ കഴിയുന്നത്. അടുത്ത മുറി കാലിത്തീറ്റയും മറ്റും വെക്കുന്നതിനുള്ളതാണ്. ആ തറവാടിന് മുറ്റത്തും ഒരു പന്തൽ ഉയർന്നിരിക്കുന്നു, നാളത്തെ വിവാഹത്തിനായിട്ട്. പന്തലിനരികിൽ കുറെ കാറുകൾ കിടപ്പുണ്ട്. അകലെയുള്ള ബന്ധുക്കൾ ഇന്നേ എത്തിയതാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവിടെയും വൈദ്യുത പ്രവാഹം നിലച്ചിരുന്നു. പക്ഷേ എല്ലാവരും നല്ല ഉറക്കത്തിലായതിനാൽ ആരും അത് അറിഞ്ഞില്ല. താഴത്തെ നിലയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ള മുറിയായിരുന്നു വിജയന്റേത്. എപ്പോഴും നല്ല കാറ്റുണ്ടാവും ആ മുറിക്കുള്ളിൽ. അങ്ങനെയാണ് അതിന്റെ നിർമ്മാണം. അതുകൊണ്ട് ഫാനിന്റെ ആവശ്യമേ ഇല്ല. പണ്ട് വിജയന്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയിൽ അന്നത്തെ രാജാവിന് തോന്നിയ ഒരു പ്രണയാവേശമാണ് ഈ വലിയ കെട്ടിടവും ഭൂസ്വത്തുക്കളുമൊക്കെ അവരുടെ പേരിൽ പതിച്ചു കിട്ടാൻ കാരണമായതെന്നാണ് നാട്ടുകാർക്കിടയിലെ വിശ്വാസം. ഒരു ചെറിയ കൊട്ടാരം തന്നെ ആയിരുന്നു പോലും ഇതും. മഹാദേവന്റെ വീട്ടിൽ അടങ്ങിയ കാറ്റ് ആസുരമായ ശക്തിയിൽ നീരേറ്റുപുറം തറവാട്ടു വളപ്പിൽ രൂപം കൊള്ളുകയായിരുന്നു. ആദ്യം ഇലഞ്ഞിമരമാണ് കാറ്റ് തുലഞ്ഞത്. വിരിഞ്ഞു നിന്നിരുന്ന ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം പരന്നു. വിജയൻ തന്നെ ആരോ പേർ ചൊല്ലി വിളിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഞെട്ടിയുണർന്നത്. ഇരുളിൽ ഒന്നും കണ്ടില്ല. ഹേമലതയെ ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രംഗം അവൻ സ്വപ്നം കാണുകയായിരുന്നു. പുറത്ത് കാറ്റ് വീശുന്നുവെന്ന് അവൻ അറിഞ്ഞു. എങ്കിലും താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മാത്രമാണ് അപ്പോഴവൻ ഓർത്തത്. താൻ നാളെ മിന്നുകെട്ടേണ്ട പെണ്ണിനെ ഒരുവൻ കാണേണ്ടായിരുന്നു. അത്തരമൊരു സ്വപ്നം. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. ഒരു ഭയങ്കര ശബ്ദം. കാറ്റിൽ ജനാല തുറന്നടഞ്ഞതാണ്. ആ ശബ്ദം തറവാടിന്റെ ഓരോ മൂലയിലും പ്രതിധ്വനിക്കുന്നത് പോലെ. കാറ്റിന്റെ ശക്തി വർദ്ധിക്കുവാൻ തുടങ്ങി. നായ്ക്കൾ ഭീതിയോടെ നിലവിളിക്കുന്നു. തറവാടിന്റെ തുറന്നു കിടന്നിരുന്ന ജനാലകളൊക്കെ ഭീതിതമായ ശബ്ദത്തിൽ തുറന്നടയുവാൻ തുടങ്ങി. ഓരോരുത്തരും ഞെട്ടിയുണർന്നു. വന്യമായ കരുത്തോടെ തറവാടിനുള്ളിലേക്ക് കാറ്റടിച്ചു കയറി. ഇപ്പോൾ കെട്ടിടം തകർന്നു വീഴുമെന്ന് തോന്നി. വിജയൻ കിടക്കിൽ നിന്ന് എണീറ്റു. തുറന്നു കിടന്നിരുന്ന ജനാല അടയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ കഴിഞ്ഞില്ല. കാറ്റിന്റെ ആസുര ശക്തി അവനെ കിടക്കയിലേക്ക് വീണ്ടും വീഴ്ത്തി. അവിടെ തന്നെ അങ്ങനെ അമർത്തി കിടത്തി. പൊടുന്നനെ കാറ്റിൽ കരിഞ്ഞ മുടിയുടെ ഗന്ധം കലർന്നു. അവൻ മൂക്കുപൊത്താൻ കൈ ഉയർത്തി. പക്ഷേ സുതാര്യമായ എന്തോ കയ്യിൽ ചുറ്റിയതുപോലെ, തലമുടി പോലെ എന്തോ. വിജയൻ ഇടതുകൈ ഉയർത്താനാഞ്ഞപ്പോൾ ആ നേരിയ ഇഴകൾ അങ്ങോട്ട് നീണ്ടു വന്നു. വിജയൻ കിടുങ്ങിപ്പോയി. എന്താണിത്? പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് ഒരു സ്ത്രീ കെട്ടഴിച്ച് തലമുടി വിതറിയിടും പോലെ എന്തോ വന്നു വീണു. 100 കണക്കിന് എറുമ്പുകളെപ്പോലെ അത് അവന്റെ മുഖത്തുകൂടി ഇഴഞ്ഞു. അത് കഴുത്തിന് ചുറ്റും ഒരു വലയം തീർക്കുകയാണെന്ന് തോന്നി. ഉറക്കെ അലറി വിളിക്കാൻ അവൻ വായ് തുറന്നു. മുടിയിഴകൾ വായിലേക്കും മൂക്കിലേക്കും ഇഴഞ്ഞു കയറി. താൻ ഇപ്പോൾ മരിക്കുമെന്ന് വിജയന് തോന്നി. മുടി കരഞ്ഞ ഗന്ധത്തിന് ശക്തി കൂടി. ഒപ്പം ഇരുളിൽ മിന്നാമിനുങ്ങു പോലെ 2 വെളിച്ചം തെളിഞ്ഞു. അതിനു പക്ഷേ തീക്കനലിന്റെ നിറമായിരുന്നു. ചുവന്ന കണ്ണുകൾ. ആരോ ശ്വാസം കഴിക്കാൻ പാടുപെടുന്നത് പോലെ, ശ്വാസം കിട്ടാതെ പിടയുന്നത് പോലെ, പിന്നെ വല്ലാതെ കിതയ്ക്കുന്നത് പോലെ. തന്റെ മുറിയിൽ മറ്റാരോ ഉണ്ടെന്ന് വിജയൻ ഉറപ്പായി. ആരാണ്?
ആ ചുവന്ന കണ്ണുകൾ അവൻ്റെ അടുത്തേക്ക് വന്നു. കാതുകൾക്കരികിൽ കാറ്റിൻ്റെ ചൂളം വിളികൾക്കിടയിലൂടെ ആരുടെയോ മന്ത്രണം. ഐസിനുള്ളിലിരുന്ന ചെറിയ സൂചികൾ കാതിനുള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ. നാളെ നിന്റെ വിവാഹമാണല്ലേ? വിജയൻ കിടുങ്ങി. ഈ ശബ്ദം വിവാഹം കഴിക്കണം നീ. അതെൻ്റെ ആവശ്യമാണ്. പക്ഷേ ഒരു കന്യകയെ നിനക്കൊരിക്കലും കിട്ടില്ല. അവൻ വീണ്ടും ഞെട്ടി. താൻ കണ്ട സ്വപ്നം, അവളുടെ വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നിനക്ക് കിട്ടുന്നത് വെറും ചണ്ടി. എല്ലാം കേട്ടുകിടക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. ആ ശബ്ദം തുടർന്നു. എല്ലാം അവസാനിച്ചെന്ന് കരുതിയിരിക്കുകയാണ് നീ. ഇല്ലടാ, ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേയുള്ളൂ. അവസാനം നിന്റെ കുടുംബത്തിൽ ജീവൻ്റെ ഒരു തരി പോലും ഞാൻ ബാക്കി തരില്ല. ഈ തറവാട് ഞാൻ കത്തിയിരിക്കും. ഇവിടുത്തെ കഥകൾ കേട്ട് നാട്ടുകാർ മൂക്കത്ത് വിരൽ വയ്ക്കും, കൂകി വിളിക്കും, നിന്നെയൊക്കെ ചാണകമെറിയും. നോക്കിക്കോ, ജീവിതം ഇന്നു മുതൽ നിനക്ക് നരകമാകും. ഏറ്റവും അവസാനമേ ഉള്ളൂ നീ. എല്ലാം കണ്ട് എല്ലാം അറിഞ്ഞ് നിസ്സഹായനായി നീ കഴിയും. കാത്തിരുന്നോ. ആ ശബ്ദം നിലച്ചു. വിജയന്റെ മുഖത്തും കഴുത്തിലും കൈകളിലുമൊക്കെയുള്ള ബന്ധനമയഞ്ഞു. ഹുങ്കാരത്തോടെ കാറ്റ് ജനാലയിലൂടെ തിരിച്ചുപോയി. ഭീകര ശബ്ദങ്ങൾ നിലച്ചു. തറവാട്ടിൽ ആരൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ വിജയന് അനങ്ങാൻ കഴിഞ്ഞില്ല. തളർന്ന് വിയർത്ത് അവൻ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴും സത്യവും മിഥ്യയും ഏതെന്നറിയാതെ. പ്രഭാതം. സൗദാമിനിയമ്മ കുളി കഴിഞ്ഞ് തൻ്റെ മുറിയിൽ എത്തിയപ്പോൾ ഓർത്തു, ഹേമലതയും കൂട്ടുകാരികളും ഇനിയും ഉണർന്നില്ലേ? പിന്നെ വിചാരിച്ചു, അവളുടെ മുറിയിലും ബാത്റൂമും മറ്റുമുണ്ട്. കൂട്ടുകാരികൾ കുളിച്ചൊരുങ്ങിയായിരിക്കും. 6:30 ആയപ്പോൾ ബ്യൂട്ടീഷ്യനും എത്തി. സൗദാമിനിയമ്മ തന്നെയാണ് അവരെ മകളുടെ മുറിയിലേക്ക് കൊണ്ടുപോയത്. വീട് മുഴുവൻ തിരക്കായിരുന്നു. എല്ലാവരും തയ്യാറാവുകയാണ്. ഹേമലതയുടെ മുറിയുടെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അവർ അത് തള്ളി തുറന്നു. ആഹാ, ഒരുത്തിയും എണീറ്റില്ലേ? തറയിൽ മെത്ത വിരിച്ചും മറ്റു കട്ടിലുകളിലുമൊക്കെയായി കിടന്നുറങ്ങുന്ന ഹേമലതയുടെ കൂട്ടുകാരികളെ സൗദാമിനിയമ്മ നോക്കി. അകത്തേക്ക് കാൽകുത്തിയ അവർ മകളുടെ കിടക്കയിലേക്ക് നോക്കിയതും ഒറ്റ അലർച്ചയായിരുന്നു. മോളെ, മോളെ എന്നുള്ള സൗദാമിനിയമ്മയുടെ അലർച്ച ആ വീടിന്റെ ഓരോ മൂലയിലും വല്ലാതെ മുഴങ്ങി. താഴെ നിന്നിരുന്ന മഹാദേവനും ജയദേവനും ഒക്കെ മുകളിലേക്ക് ഓടി. ഹേമലതയുടെ കൂട്ടുകാരികളും ഹേമലതയും ഒക്കെ കണ്ണു തുറന്നതും ഈ ശബ്ദം കേട്ടാണ്. എന്താ എന്തമ്മേ? മകളുടെ കൂട്ടുകാരികൾ സൗദാമിനി അമ്മയെ തുറിച്ചു നോക്കി. ആ സ്ത്രീക്ക് പക്ഷേ ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണുകൾ അപ്പോഴും മുറിയിൽ തന്നെയായിരുന്നു. അവർ കണ്ണു തുറന്നുവെന്ന് വിശ്വസിക്കാൻ അവർ പാടുപെട്ടു. കൂട്ടുകാരികളും തിരിഞ്ഞ് ഹേമലതയെ നോക്കി. അവരുടെ കണ്ടങ്ങളിൽ നിന്നും നിലവിളി പോലെ ശബ്ദമുയർന്നു. പരിപൂർണ നഗ്നയായി ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് ഹേമലത. ആരോ ക്രൂരമായി ഉപയോഗിച്ച പെണ്ണ്. പക്ഷേ അവളുടെ മുഖത്ത് അത്തരമൊരു ഭാവമേ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ തന്നെ ഉറ്റുനോക്കുന്നത് കണ്ടപ്പോൾ അവൾ കിടക്കയിൽ നിന്നും എണീക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം അപ്പാടെ നീറിപ്പുകയായിരുന്നു. തനിക്ക് എന്തു പറ്റിയെന്ന് ചിന്തിച്ചപ്പോഴാണ് അവൾ സ്വന്തം ശരീരം ശ്രദ്ധിക്കുന്നത്. ഒറ്റ കരച്ചിലായിരുന്നു ഹേമലത, പച്ചമുള വെട്ടി ചീന്തും പോലെ. താഴെ നിന്നും ആരൊക്കെയോ ധൃതിയിൽ അങ്ങോട്ട് വരുന്നത് കേട്ടപ്പോൾ സൗദാമിനിയമ്മ ധൃതിയിൽ വാതിലടച്ച് തഴുതിട്ടു. ഈ മുറിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി ഇത്. വാതിലിൽ തട്ടിക്കൊണ്ട് മഹാദേവൻ വിളിച്ചു. സൗദാമിനി, വാതിൽ തുറക്ക്. നീ എന്തിനാ നിലവിളിച്ചത്? അവർ വാതിൽ ഇത്തിരി തുറന്ന് പുറത്തേക്ക് തലനീട്ടി. ഒക്കെ പിന്നെ പറയാം, തൽക്കാലം എല്ലാവരും താഴേക്ക് പോകൂ. എന്നിട്ട് പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ വാതിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാലും നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോടി മഹാഭാബി. ആദ്യമായി ആ അമ്മ മകളെ ശകാരിക്കുകയാണ്. അമ്മേ, ഞാൻ... അവൾ വിങ്ങിപ്പൊട്ടി. ആരെയും കീഴടക്കാൻ കഴിവുള്ള അവളുടെ കണ്ണുകളുടെ പ്രകാശം തീർത്തും നഷ്ടമായിരുന്നു അപ്പോൾ. വേണ്ടടി, നീ ഒന്നും പറയണ്ട. നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എന്തു പറഞ്ഞ് നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കും? അവൾ അഴിഞ്ഞു കിടന്നിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ വാരി ചുറ്റി. ഒന്നും ഞാൻ അറിഞ്ഞില്ല അമ്മേ. ആരാണെന്നെ? സൗദാമിനിയമ്മ കൈ നിവർത്ത് മകളുടെ കരണത്ത് ഒന്ന് പൊട്ടിച്ചു.
ഞാനും ഒരു സ്ത്രീയാടി, നീ ആരുടെ മുന്നിലാ പൊട്ടി കളിക്കുന്നത്? അവർ നിന്ന് ചീറി. പിന്നെ രോഷത്തോടെ കൂട്ടുകാരികളെ നോക്കി. നിങ്ങൾ 4-5 പേർ മുറിയിലുണ്ടായിട്ടും ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതോ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നടത്തിയ നാടകമാണോ ഇത്? അമ്മേ, ആ പെൺകുട്ടികൾ അമ്പരപ്പിൽ വിളിച്ചു. സത്യമായിട്ട് ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അമ്മ വന്നു കഴിഞ്ഞാണ് ഞങ്ങളും ഉണരുന്നത്. സമയം ഇഴയുന്നു. അമ്മ യാഥാർത്ഥ ബോധം ഉള്ളവളായി. ആ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഈ നേരം ഇപ്പൊ മറ്റൊന്നും ചിന്തിച്ച് കളയാനുള്ളതല്ല. വേഗം റെഡിയാകണം. പട്ടണത്തിൽ വെച്ചല്ലേ വിവാഹം? പട്ടണത്തിൽ വെച്ചോ? അവർക്ക് ആർക്കും ഒന്നും പിടിയിട്ടില്ല. രാത്രിയിലത്തെ പൂരമൊന്നും അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. എന്തുണ്ടായി? സൗദാമിനിയമ്മ തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ കൈ ചൂണ്ടി. അവിടെ വിവാഹപ്പന്തലിന്റെ പ്രേതരൂപം കണ്ട് പെൺകുട്ടികൾ ഞെട്ടിപ്പോയി. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ മുഴുവൻ കാറ്റുകൊണ്ടുപോയി. എന്നിട്ടും നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ? അതിനാരും മറുപടി പറഞ്ഞില്ല. ഇത്രയൊക്കെ ആയിട്ടും തങ്ങൾ എന്താണിതൊന്നും അറിയാതിരുന്നതെന്നായിരുന്നു അവരുടെ ചിന്തയും. സൗദാമിനിയമ്മയുടെ മനസ്സലിഞ്ഞു. അവർ മകളുടെ അടുത്തെത്തി സ്നേഹത്തോടെ മുടിയിഴയിൽ തലോടി. മോൾ എണീക്ക്. കഴിഞ്ഞുപോയ സംഭവം അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു ദുസ്വപ്നമായി കരുതിയാൽ മതി. പുറത്ത് ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങ് ജീവൻ ഒടുക്കിയാൽ മതി. മോൾ കുളിച്ചൊരുങ്ങ്. ദേ, സമയം ഒരുപാട് വൈകുന്നു. ഹേമലത മുഖമുയർത്തി. ഇല്ലമ്മേ, ഇനി ഞാനൊരു വിവാഹത്തിന് ഒരുക്കമല്ല. ഭർത്താവായി വരുന്ന ആ മനുഷ്യനെ വഞ്ചിക്കാൻ എനിക്കാവില്ല. അയാൾക്ക് കൊടുക്കാൻ എൻ്റെ പക്കൽ എന്താണ് ഇനിയുള്ളത്? മോളെ, സൗദാമിനിയമ്മ ഇടനെഞ്ച് പൊട്ടി വിളിച്ചു. നീ എന്താ പറഞ്ഞത്? വിവാഹം വേണ്ടെന്നോ? ഭ്രാന്ത് പറയുകയാണോ? നീ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരോട് എന്തുത്തരം പറയും? എന്തു പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല. അമ്മ ദയനീയമായി മകളുടെ കൂട്ടുകാരികളെ നോക്കി. അവരും അവളെ നിർബന്ധിച്ചു. പക്ഷേ അവൾ വഴങ്ങുന്നില്ല. ഹേമലതയെ അണിയിച്ചൊരുക്കാനെത്തിയ ബ്യൂട്ടീഷ്യൻ എന്തു വേണമെന്നറിയാതെ പതറി നിൽക്കുകയാണ്. സൗദാമിനിയമ്മ അവരോട് പറഞ്ഞു. നിങ്ങൾ ഈ സംഭവം ആരോടും പറയരുതേ. ഇല്ലമ്മേ, ഞങ്ങൾ പറയില്ല. അവർ ഉറപ്പു കൊടുത്തു. സമയം പിന്നോട്ടു പോകുന്നു. വാതിലിന് പുറത്ത് മഹാദേവന്റെ ശബ്ദം കേട്ടു. സൗദാമിനി, നിങ്ങൾ ആരും ഇതുവരെ തയ്യാറായില്ലേ? ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ദാ ഞങ്ങൾ തയ്യാറാവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ മകളെ നോക്കി. ഒന്ന് എണീക്ക് മോളെ. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം. എന്നെ ഞാൻ അറിയാതെ നശിപ്പിച്ച അവനെ എനിക്കൊന്ന് കാണണം. ഈ ജന്മത്തിൽ ഇനി അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്തു വേണമെന്നറിയാതെ സൗദാമിനിയമ്മ പകച്ചു നിന്നു. ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു ആ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ അവസ്ഥയും. നീരേറ്റുപുറം തറവാട്. പടിപ്പുരയിലെ പടുകൂറ്റൻ വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. വിശാലമായ വളപ്പിനുള്ളിൽ കാറുകളുടെ പ്രളയം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാതരം കാറുകളും അവിടെയുണ്ട്. 101 കാറുകളാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. എന്നാൽ 50-ലധികം കാറുകൾ ബന്ധുക്കളുടേതു മാത്രമായി എത്തിയിട്ടുണ്ട്. ഭദ്രം കാരണവർ ഒരു ചക്രവർത്തിയെപ്പോലെ പൂമുഖത്ത് സ്വർണം കെട്ടിയ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നു. വിവാഹത്തിന് പോകുവാൻ ആ വീട്ടിൽ ആദ്യം തയ്യാറായിരുന്നത് കാരണവരാണ്. ഭാര്യ വിജയലക്ഷ്മി അമ്മ അകത്തെ മുറിയിൽ പ്രായമായ സ്ത്രീകളുമായി സല്ലാപത്തിൽ. മൂത്ത മകൻ രാഘവനും രണ്ടാമൻ ശാർങ്ങധരനും മൂന്നാമൻ പരശുറാമും കൂടിയാണ് വിവാഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത്. മൂവരും കൂടിയാണ് തറവാട്ടിലെ കൃഷികാര്യങ്ങൾ നടത്തുന്നതും. നാലാമൻ പ്രഭാകരൻ പ്ലൈവുഡ് ഫാക്ടറി നടത്തുകയാണ്. അഞ്ചാമത്തെ ആൾ ബാലഗോപാലൻ ഡോക്ടർ. ആറാമൻ വാസുദേവൻ കോൺട്രാക്ടർ. ഏഴാമൻ ശത്രുഘ്നൻ സർക്കിൾ ഇൻസ്പെക്ടർ. ഇവരുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന വിജയൻ. സമയം 7:30. ഫോൺ ശബ്ദിച്ചു. ശത്രുഘ്നനാണ് അറ്റൻഡ് ചെയ്തത്. 1 മിനിറ്റ് നേരത്തെ സംസാരം കഴിഞ്ഞ് അയാൾ അച്ഛന്റെ മുന്നിലെത്തി ഭവ്യതയോടെ നിന്നു. കാരണവർ മകനെ നോക്കി. മുഖ്യമന്ത്രി ജയദേവൻ സാറാണ് വിളിച്ചത്. വിവാഹം മഹാദേവന്റെ വീട്ടിൽ വെച്ച് നടത്താനാവില്ലെന്ന്. ഭദ്രൻ കാരണവരുടെ നെറ്റി ചൊളിഞ്ഞു. അയാൾ മകനെ തുറച്ചു നോക്കി. ശത്രുഘ്നൻ തുടർന്നു. ഇന്നലെ രാത്രിയിൽ ഇവിടെയുണ്ടായ കൊടുങ്കാറ്റ് അവിടെയും ഉണ്ടായി പോലും. വിവാഹപ്പന്തലും സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ആകെ അലങ്കോലമായെന്ന്. അതുകൊണ്ട് അവർ വിവാഹം പട്ടണത്തിലെ വിവാഹ മണ്ഡപത്തിലേക്ക് മാറ്റി. അത് സാരമില്ല, കാരണവർക്ക് ആശ്വാസം. പക്ഷേ വിവരമറിഞ്ഞപ്പോൾ വിജയന്റെ നെറ്റി ചുളിഞ്ഞു. കഴിഞ്ഞ രാത്രി താൻ കണ്ട സ്വപ്നം, തനിക്കുണ്ടായ അനുഭവം,
ആ കാറ്റ് ഒന്നും ആരോടും പറയുവാൻ കഴിയുന്നതല്ലെന്ന് അവനറിയാം. പറഞ്ഞാലും ആരും വിശ്വസിക്കുകയുമില്ല. അദൃശ്യമായ ഒരു ശക്തി തന്നെ വലയം ചെയ്യുന്നത് പോലെ അവന് തോന്നി. വീഡിയോ ക്യാമറയുമായി അതിൻ്റെ ആൾക്കാർ ഓടി നടക്കുകയായിരുന്നു. അതിഥികൾ വന്നുകൊണ്ടേയിരുന്നു. അത്രയും വിശാലമായ തറവാട്ടു വളപ്പിൽ പോലും തിരക്ക് അനുഭവപ്പെട്ടു. ആൾക്കാരുടെ പൊട്ടിച്ചിരികളും കുശലാന്വേഷണങ്ങളും. വല്ലപ്പോഴും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ മാത്രം പരസ്പരം കാണുന്ന ആൾക്കാർ. അറ്റുപോകുന്ന ബന്ധങ്ങൾ ഈ സമയം ഒന്ന് പുതുക്കപ്പെട്ടെങ്കിലായി. പക്ഷേ കാണുമ്പോൾ എല്ലാവർക്കും പരിഭവം പറയുവാൻ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ടായിരിക്കും. വീടിനടുത്തുകൂടി യാത്ര പോയാൽ പോലും ഒന്ന് കയറാത്തത്, ഒരു വിശേഷമുണ്ടായാൽ വിളിച്ചറിയിക്കാത്തത്, അങ്ങനെ പരാതികൾ കൂടും. വിജയന്റെ ഓരോ ചലനവും പകർത്തുന്നതിന് മാത്രമായൊരു വീഡിയോക്കാരനുണ്ടായിരുന്നു. ആരൊക്കെയോ അതിനിടെ അവന്റെ അരികിൽ വരികയും കൈപിടിച്ചു കുലുക്കുകയും വിശേഷങ്ങൾ ആരായുകയും ചെയ്തു. ഒരു യന്ത്രം കണക്കെ അവൻ എല്ലാം ചെയ്തു പോന്നു. മനസ്സിൽ ആപത്ശങ്കയായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ സ്വപ്നം, കരിഞ്ഞു നാറുന്ന തലമുടി, തിളങ്ങുന്ന കണ്ണുകൾ, കാതുകൾക്കരിയിലെ തണുത്ത ശബ്ദം, തന്നെ ബന്ധനത്തിലാക്കുന്ന മുടിയിഴകൾ. പുറപ്പെടാനുള്ള നേരമാകുന്നു, ഭദ്രൻകാരനവർ ഉറക്കെ പറഞ്ഞു. ഏട്ടന്മാരും ഏട്ടത്തിമാരും മക്കളും എല്ലാം മുറിയിലേക്ക് തള്ളിക്കയറി വന്നു. അവർ വിജയനെ അവസാനമായി പരിശോധിച്ച് തൃപ്തിപ്പെട്ടു. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയുണ്ടോ? നിന്റെ മുഖം എന്താടാ ഇഞ്ചി തിന്ന കുരങ്ങൻ്റേത് മാതിരി ഇരിക്കുന്നത്? വാസുദേവൻ തിരക്കി. അവൻ ആദ്യമായിട്ട് പെണ്ണു കെട്ടുന്നതിൻ്റെ ആയിരിക്കും, ശാർങ്ങധരൻ പറഞ്ഞു. എല്ലാവരും ചിരിച്ചുപോയി. അപ്പോഴും വിജയന് ചിരിക്കാനായില്ല. ആ, പുറത്തേക്ക് ഇറങ്ങാം. വിജയനുമായി എല്ലാവരും ഇറങ്ങി. 10 മിനിറ്റ് കൊണ്ട് ദക്ഷിണ കൊടുപ്പും കഴിഞ്ഞു. സമയം 9:15. വിവാഹത്തിന് പോകുന്നവരെല്ലാം വാഹനങ്ങളിൽ കയറി കഴിഞ്ഞിരുന്നു. വിജയനു വേണ്ടി പുതിയതായി വാങ്ങിയ സീലോ കാറാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അവനും ശത്രുഘ്നനും അയാളുടെ ഭാര്യ മോഹിനിയും അതിൽ കയറി. ശത്രുഘ്നന് ഇതുവരെ കുട്ടികളായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 2 വർഷമേ ആയിട്ടുള്ളൂ. ഏറ്റവും മുന്നിൽ ഭദ്രൻകാരനവർ സഞ്ചരിക്കുന്ന കാറാണ്. അതിന് തൊട്ടു പിന്നിൽ വിവാഹ ചെറുക്കൻ്റെ കാർ. അങ്ങനെയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. വാഹനങ്ങൾ സ്റ്റാർട്ടായി. പൊടുന്നനെ ഇലഞ്ഞിമരം ഒന്നുലഞ്ഞത് ആരും കണ്ടില്ല. ഈ നിമിഷം പ്രതീക്ഷിച്ചിരുന്നതുപോലെ തെക്ക് നിന്നൊരു കാറ്റ് ചീറി വന്നു. തലേന്നു രാത്രിയിലെ ശക്തിയിൽ തന്നെ പൊടിപടലങ്ങൾ ഇളകി. ആൾക്കാർ പെട്ടെന്ന് വാഹനങ്ങളുടെ ഗ്ലാസുകൾ ഉയർത്തി. ഛേ, ഇതെന്താ ഇങ്ങനെ? ആരൊക്കെയോ കാറ്റിന് ശപിച്ചു. വരൻ സഞ്ചരിക്കുന്ന കാറിനെ അലങ്കരിച്ചിരുന്ന പൂക്കൾ കാറ്റിൽ പറന്നുപോയി. പൊടിപടലങ്ങൾക്കിടയിൽ വാഹനങ്ങൾ പരസ്പരം കാണാതെയായി. വിജയന്റെ അന്തരംഗത്തിൽ അപകടത്തിന്റെ കുഴൽവിളി ഉയർന്നു. കാറ്റിൽ എങ്ങുനിന്നോ പാറി വന്ന ഒരു തലമുടിയിഴ വിജയനിരുന്ന ഭാഗത്തെ ഗ്ലാസിൽ അള്ളിപ്പിടിച്ചു. ഒരു നടുക്കത്തോടെ അവൻ കണ്ടു. നീണ്ട മുടിയിഴ. അതൊരു സർപ്പത്തെ പോലെ പുളയുന്നുവെന്ന് അവന് തോന്നി. വിജയൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാറ്റ് ശമിച്ചു. ഏവർക്കും ആശ്വാസമായി. പക്ഷേ തൂത്തു തുടച്ച് വൃത്തിയാക്കിയിരുന്ന വാഹനങ്ങൾ മുഴുവനും പൊടി കൊണ്ട് മൂടിയിരുന്നു. വൈപ്പർ ഉപയോഗിച്ചാണ് മുൻഗ്ലാസിലെ പൊടി നീക്കിയത്. പോകാം. ഭദ്രൻകാരനവരുടെ ഉത്തരവ് കിട്ടിയ ഉടനെ കാർ മുന്നോട്ട് നീങ്ങി. തൊട്ടു പിന്നാലെ ഒരു മാല പോലെ ബാക്കി വാഹനങ്ങൾ. എന്നാൽ പെട്ടെന്ന് ആരോ പിടിച്ചടച്ചതുപോലെ പടിപ്പുരവാതിൽ ഒരു ഭയാനക ശബ്ദത്തോടെ അടഞ്ഞു. 4 ആൾ തള്ളിയാൽ മാത്രം അടയുന്ന വാതിൽ. വാഹനങ്ങളുടെ ബ്രേക്കുകൾ ആഞ്ഞമർന്നു. അപശകുനമാണല്ലോ ദൈവമേ, കാരണവർ പിറുപിറുത്തു. അപ്പോഴേക്കും ചില ജോലിക്കാർ ഓടിയെത്തി വാതിൽ തള്ളി തുറന്നു. പിന്നെയും മുന്നോട്ട്. പക്ഷേ എല്ലാവരുടെയും മനസ്സ് മ്ലാനമായിരുന്നു. വിജയന്റെ ഹൃദയം വിറകൊള്ളുകയായിരുന്നു. ഹേമലതയുടെ വീട്. തന്റെ മകൾക്ക് സംഭവിച്ചതറിഞ്ഞപ്പോൾ മഹാദേവൻ കോപം കൊണ്ട് വിറച്ചു. കൊന്നു കുഴിച്ചു മൂടിക്കളയും നോയിന്റെ മോളെ ഞാൻ. സൗദാമിനിയമ്മ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. രോഷം കൊള്ളേണ്ട സമയം ഇതല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോ പറഞ്ഞ നേരത്തെ തന്നെ വിവാഹം നടത്തുകയാണ് വേണ്ടത്. അത് ശരിയാണെന്ന് മഹാദേവനും മനസ്സിലായി. കോപം ഉള്ളിലൊതുക്കി അയാൾ മകളുടെ മുന്നിലെത്തി. അവരിപ്പോ പുറപ്പെട്ടിട്ടുണ്ടാവും, മോള് വേഗം ഒരുങ്ങ്. പക്ഷേ അവളത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മഹാദേവന് ദേഷ്യം വന്നു. ഈ നേരത്ത് ജനാലയിലൂടെ കടന്നു വന്ന ഇളം കാറ്റ് അവൾക്കൊരു വലയം തീർത്തു. കാതുകൾക്കരിയിൽ തണുത്ത ശബ്ദം. ഒരുങ്ങൂ വേഗം, നീ അവനെ കല്യാണം കഴിക്കണം. അങ്ങനെ ആ വിവാഹം നടന്നു. നഗരത്തിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച്.
പക്ഷേ ഹേമലതയുടെ മുഖം മ്ലാനമായിരുന്നു. ബ്യൂട്ടി പാർലറിൽ നിന്നും എത്തിയവർക്ക് മുന്നിൽ ഒരു പ്രതിമ പോലെ ഇരുന്നു കൊടുക്കുകയായിരുന്നു അവൾ. തനിക്ക് വേണ്ടിയല്ല ഈ ഒരുക്കങ്ങൾ ചെയ്യുന്നതെന്നതുപോലെ. ആഭരണങ്ങൾ അണിയിച്ചപ്പോഴും അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. സാധാരണ പെൺകുട്ടികൾ അഭിമാനിക്കേണ്ടതാണ്. പൊന്നിൽ കുളിച്ച് മറ്റുള്ളവർ ചലിപ്പിച്ചാൽ മാത്രം ചലിക്കുന്ന ഒരു പാവയായി അവൾ മണ്ഡപത്തിലെത്തുകയായിരുന്നു. വിജയൻ കഴുത്തിൽ താലി ചാർത്തിയപ്പോഴും പ്രത്യേകിച്ച് യാതൊരു വികാരവും തോന്നിയില്ല. മറ്റുള്ളവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു, അത്രമാത്രം. വിജയനും തന്റെ ഇടതുവശത്തിരിക്കുന്ന ഹേമലതയെ ഒളികണ്ണാലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ കണ്ട സ്വപ്നം പോലെ കഴിഞ്ഞ രാത്രിയിൽ ഇവൾ മറ്റാരുടെയെങ്കിലും കൂടെ. കവിളുകളിലെ ശോഭ കുറഞ്ഞിരിക്കുന്നു. കണ്ണുകൾ ചത്ത മീനിൻ്റേതുപോലെയായോ? പിന്നെ അവൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. ഒക്കെ തന്റെ തോന്നലുകൾ മാത്രമാണോ? ആയിരിക്കും. സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെ? വിവാഹം കഴിഞ്ഞ് വിജയൻ അവളെ തന്റെ സഹോദരന്മാരെയും ജ്യേഷ്ഠത്തിമാരെയും അവരുടെ കുട്ടികളെയും ഒക്കെ പരിചയപ്പെടുത്തി. അവൾ അവരോട് ചിരിക്കുകയും മറ്റും ചെയ്തെങ്കിലും ഒന്നും മനസ്സിൽ നിന്നില്ല. ഇത്രയും ആൾക്കാരെ ഓർത്തിരിക്കുന്നത് എങ്ങനെ? സദ്യവട്ടങ്ങൾ കഴിഞ്ഞു. വീഡിയോഗ്രാഫർമാരുടെ താളങ്ങൾക്കൊത്തു തുള്ളി. ഇനി യാത്ര പറച്ചിലാണ്. അച്ഛനോടും കൊച്ചച്ഛനോടുമൊക്കെ യാത്ര പറഞ്ഞ് അവൾ അമ്മയുടെ അരികിലെത്തി. സൗദാമിനി അമ്മ വിങ്ങിപ്പൊട്ടി. മോളെ. പക്ഷേ അവൾക്ക് ചിരിയാണ് വന്നത്. അമ്മ എന്തിനാ കരയുന്നത്? സൗദാമിനി അമ്മ മകളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. മോളെ, ഇന്ന് വരെ നീ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് ഉള്ള ഒരു മാറ്റമാണിത്. ഉൾക്കൊള്ളണം. ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബമാണത്. എല്ലാവരുമായും പൊരുത്തപ്പെട്ടു പോകണം. ഭർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കണം. കഴിഞ്ഞ രാത്രിയിലത്തെ സംഭവം വെറും ഒരു സ്വപ്നമായി കരുതണം. പെട്ടെന്ന് അവളുടെ മുഖത്തൊരു ഭാവമാറ്റമുണ്ടായോ? എന്തായാലും അമ്മ പറയുന്നത് പോലെ കേൾക്കുവാൻ കൂടുതൽ നേരം നിൽക്കാതെ അവൾ ചെന്ന് കാറിൽ കയറി. മടക്കയാത്ര. കാറിന്റെ പിൻസീറ്റിൽ വിജയനും ഹേമലതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവറെ മാറ്റിയിട്ട് CI ശത്രുഘ്നനാണ് സ്റ്റിയറിംഗ് വീലിന് പിന്നിലിരുന്നത്. തൊട്ടരികിൽ തന്നെ മോഹിനിയും. മോഹിനി എന്തൊക്കെയോ പറയുകയും ശത്രുഘ്നും വിജയനുമൊക്കെ ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. എന്നാൽ ഹേമലത അതിലൊന്നും അത്ര താല്പര്യമില്ലാത്ത രൂപത്തിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഇവളെന്താ ഇങ്ങനെ? ഏയ്, എന്താ ഇത്ര ആലോചന? മോഹിനി ഹേമലതയോട് തിരക്കി. ഒരു സ്വപ്നത്തിൽ നിന്നെന്നവണ്ണം അവൾ ഞെട്ടി ഉണർന്നു. പേടിക്കാനൊന്നുമില്ലെന്നേ. ഞങ്ങളൊക്കെ ഇങ്ങനെ ആ തറവാട്ടിൽ വന്ന് കയറിയവരല്ലേ? ഹേമലത പണിപ്പൊട്ടെന്ന് ചിരിച്ചു. കാതുകൾക്കരിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ കേട്ടു. നീ ഇങ്ങനെ ഇരിക്കാതെ കുറെ കൂടി ഉഷാറാക്, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? ഹേമലതയുടെ കണ്ണുകളിലേക്ക് അവളുടെ ആ പഴയ ശക്തി കൈവരികയായി. ആരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ കീഴടക്കാനുള്ള ആ ശക്തി. പിന്നീട് അവൾ മോഹിനി പറഞ്ഞ ആ തമാശയിലൊക്കെ പങ്കുചേർന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചു. വിജയന് ആശ്വാസമായി. സമയമിഴഞ്ഞു. കാർ ഒരു വിശാലമായ പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലാണ് ഇപ്പോൾ. ദാ, ഈ ഇരുവശത്തും കാണുന്ന പാടങ്ങളൊക്കെ നമ്മുടേതാണ്, വിജയൻ അവളോട് പറഞ്ഞു. ഹേമലത നോക്കി. കണ്ണെത്താത്ത അകലം വരെ പച്ച നിറം മാത്രം. ആർത്തു വളരുന്ന നെൽച്ചെടികൾ. അതാ ആ കാണുന്നതാണ് തറവാട്. അങ്ങ് അകലെ കനത്ത ചുറ്റുമതിലും അതിനപ്പുറം തറവാടിന്റെ മേൽക്കൂരയും കാണാമായിരുന്നു. മുറ്റത്ത് നിൽക്കുന്നത് ഒരു ഇലഞ്ഞി മരമാണല്ലേ? അവൾ തിരക്കി. കാറിലുണ്ടായിരുന്ന ബാക്കി 3 പേരും ഒരേപോലെ അത്ഭുതപ്പെട്ടു. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ അവ്യക്തമായി അവിടെ ഒരു മരം നിൽക്കുന്നതായി കാണാമെങ്കിലും അതെന്താണെന്ന് പറയുവാൻ ആദ്യമായി വരുന്ന ആർക്കും കഴിയില്ലെന്ന് ഉറപ്പാണ്. എന്നിട്ടാണിപ്പോൾ ഹേമലത. ഇൻസ്പെക്ടർ ശത്രുഘ്നൻ റിയർവ്യൂ മിററിലൂടെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് കാറിന്റെ വേഗത ഇത്തിരി കുറച്ചു. പിന്നെ തിരക്കി. ഹേമലത എങ്ങനെ അറിഞ്ഞു ആ മരം ഇലഞ്ഞിയാണെന്ന്? ഒരു നിമിഷം അവളൊന്ന് പതറി. അത് പിന്നെ അവളുടെ രക്ഷയ്ക്ക് മോഹിനി എത്തി. നീ പതറണ്ട ഹേമേ, ഇത് ഞാൻ എല്ലാം പോലീസ് മുറിയാ. പിന്നെ തിരിഞ്ഞ് ഭർത്താവിനെ നോക്കി. ഹേമലതയ്ക്ക് അതീന്ദ്ര ശക്തിയുണ്ട്, പോരെ? അപ്പോഴേക്കും അവൾ ഒരു ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. അല്ല, അവളെ കൊണ്ട് ആരോ അങ്ങനെ പറയിപ്പിച്ചതാണ്. വിവാഹമുറപ്പിന് ഇവിടെ വന്നിട്ട് തിരികെ എത്തിയ അച്ഛൻ തറവാടിനെ കുറിച്ച് വ്യക്തമായി എന്നോട് പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ ഈ ഇലഞ്ഞിമരവും ഉണ്ടായിരുന്നു. ആ മറുപടി എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നു. അപ്പോഴേക്കും കാറ് പടിപ്പുരയ്ക്ക് മുന്നിലെത്തി. ഭദ്രം കാരണവർ സഞ്ചരിച്ച കാറിനു പിന്നാലെ
വരന്റെയും വധുവിന്റെയും കാർ പടിപ്പുര കടന്നു. ഹേമലതയുടെ കണ്ണുകൾ ആദ്യം ചെന്ന് തറഞ്ഞത് ആ ഇലഞ്ഞി മരത്തിലാണ്. അതിന്റെ തെക്കോട്ടുള്ള ശിഖരം ഒന്നനങ്ങി. ഹേമലതയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. കാർ നിന്നു. പൂമുഖത്ത് ആരതി ഏന്തി വിജയലക്ഷ്മി അമ്മ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പഴയ ആചാരത്തിൽ വിശ്വാസമുള്ളവളായിരുന്നതിനാൽ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല. തന്റെ മുന്നിലെത്തുമ്പോൾ മാത്രമേ താൻ മരുമകളെ കാണുന്നുള്ളൂ എന്ന വാശിയിലായിരുന്നു അവർ. പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർക്ക് അവളെ ഇഷ്ടമായി. ഈ സ്ത്രീയെ നീ പാട്ടിലാക്കിക്കൊള്ളണം. അപ്പോൾ പിന്നെ നിന്നെക്കുറിച്ച് ആർക്കും യാതൊരു സംശയവും തോന്നുകയില്ല. ആരോ അവളോട് മന്ത്രിച്ചു. വരനും വധുവും വാതിൽക്കിലേക്ക് നീങ്ങി. വിജയലക്ഷ്മി അമ്മ ഇരുവരെയും ആരതി ഒഴിഞ്ഞു. മോളെ, വലതുകാൽ വെച്ച് ഇങ്ങോട്ട് കയറിക്കോളൂ. അവൾ അപ്രകാരം ചെയ്തു. മുന്നോട്ട് നടക്കുമ്പോൾ ഹേമലതയുടെ കണ്ണുകൾ ഭിത്തിയിലേക്ക് നീണ്ടു ചെന്നു. എത്ര മനോഹരമായ കൊത്തുപണികൾ! ചിത്രങ്ങൾക്ക് ജീവനുണ്ടെന്ന് തോന്നുമായിരുന്നു. സ്വീകരണ മുറിയിലെ ചിത്രപ്പണികളുള്ള കസേരയിൽ വിജയനും ഹേമലതയും ഇരുന്നു. അപ്പോഴേക്കും വീഡിയോക്കാരും ആ വീട്ടിലെ മറ്റംഗങ്ങളും അവരെ വളഞ്ഞു. മൂത്ത ചേട്ടത്തിയാണ് അവർക്കുള്ള പാലും പഴവും കൊണ്ടുവന്നത്. വിജയന്റെ കയ്യിൽ അവ കൊടുത്തു. നീ പകുതി കഴിച്ചിട്ട് അവൾക്കും കൊടുക്ക്. അവന് നാണം തോന്നി. ചിറ്റപ്പ, മുഴുവൻ കുടിച്ചേക്കല്ലേ? ചാർങ്ങധരന്റെ മകൾ മീനു കളിയാക്കി. ആ ചടങ്ങും കഴിഞ്ഞു. നേരം സന്ധ്യയോടടുക്കുകയായിരുന്നു. രാത്രി വിശാലമായ തീൻമുറിയിൽ എല്ലാവരും ഒന്നിച്ചാണിരുന്നത്. വേലക്കാരാണ് ഭക്ഷണം വിളമ്പിയത്. എന്നാൽ ഹേമലതയ്ക്കും വിജയനും മാത്രം വിജയലക്ഷ്മി അമ്മ തന്നെ വിളമ്പി. ഇപ്പോഴാണ് ഹേമലത ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിയത്. അമ്പരന്ന് പോയി. താൻ കൂടി ഉൾപ്പെടെ 32 പേർ. അത്താഴം കഴിഞ്ഞു. അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. മോഹിനിയാണ് അവളെ തറവാടിന് ഉൾഭാഗം മുഴുവൻ കൊണ്ടുപോയി കാണിച്ചത്. എല്ലായിടവും കാണുവാൻ ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. ശരിക്കും ഇതൊരു കൊട്ടാരം തന്നെയാണെന്ന് ഹേമലതയ്ക്ക് തോന്നിയിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് വിജയൻ നേരത്തെ തന്നെ തന്റെ മുറിയിലെത്തിയിരുന്നു. മുല്ലപ്പൂ വിരിച്ച കട്ടിൽ. അവൻ ഒരു പൂവെടുത്ത് മണത്തു നോക്കി. ഇത് തന്റെ ആദ്യ രാത്രിയാണ്. പെട്ടെന്ന് കുസൃതിയോടെ അവൻ ഓർത്തു. ഹേമലതയുമായുള്ള ആദ്യ രാത്രി. അങ്ങനെ വിചാരിക്കുന്നതാവും ഉചിതം. അല്ലാതെ എത്രയെത്ര രാത്രികൾ! അമ്പരപ്പാണ് തോന്നുന്നത്. തന്നെ കൊണ്ട് എങ്ങനെ ഇത്രയൊക്കെ സാധിച്ചു? പൊടുന്നനെ ഒരു തീപ്പൊട്ട് പോലെ ആ മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു. ഓർമ്മകളിൽ നടുക്കം പകർന്നു തരാൻ. വേണ്ട, കഴിഞ്ഞുപോയ ആ അധ്യായത്തെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. ഇവിടെ തുടങ്ങാൻ പോകുന്നത് പുതിയൊരു ജീവിതമാണ്. ഇനി മുന്നോട്ടുള്ള തൻ്റെ ഓരോ നീക്കത്തിൻ്റെയും അടിത്തറ ഇവിടെ തുടങ്ങുകയാണ്. ഈ മുറിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഒരു രാത്രി ഉപേക്ഷിച്ചിട്ട് നിഷ്കരുണം വലിച്ചെറിയാനുള്ള പെൺകുട്ടിയല്ല. തൻ്റെ സുഖദുഃഖങ്ങൾ പങ്കിടേണ്ടവൾ. ഈ ഒരു ഉറച്ച വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേ പറ്റൂ. കൂട്ടുകാർ പറഞ്ഞത് അവൻ ഓർത്തു. എടാ, ആദ്യ രാത്രി കഴിയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ നീ അവൾക്ക് പേഴ്സിൽ നിന്ന് പണം എടുത്തു കൊടുത്തേക്കരുത്. വിജയൻ തനിയെ ഇരുന്ന് ചിരിച്ചു. അവന്മാർ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. ഉറക്കം കഴിഞ്ഞുണരുമ്പോൾ അരുകിൽ കിടക്കുന്ന പെണ്ണിന് പണം നൽകിപ്പോയെന്ന് വരും. അവൾ തൻ്റെ ഭാര്യയാണെന്നും ചിലപ്പോൾ പിന്നീടേ ചിന്തിച്ചു എന്ന് വരികയുള്ളൂ. ഏതായാലും ഒരു കാര്യത്തിൽ താൻ ഭാഗ്യവാനാണ്. ഹേമലത തൻ്റെ സ്വപ്നത്തിലും അപ്പുറമെത്തുന്ന സുന്ദരിയാണ്. അതേക്കുറിച്ചും കൂട്ടുകാർ കമന്റ് പറഞ്ഞു. നീ ഭാഗ്യവാനാളിയാ. ഇത്തരമൊരു ചരക്കിനെ കൂടെ കൊണ്ട് നടക്കാനും ഒരു യോഗം വേണം. വെറും ചരക്കല്ലടാ ഹേമലത, അടിപൊളി സാധനം. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതെന്താ? അവള് നിന്നെ വെള്ളം കുടിപ്പിക്കും. കണ്ടാൽ അറിഞ്ഞൂടെ? പോടാ അവിടുന്ന്. ഈ രാത്രിയിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് നാളെ അവരോട് വിശദമായി പറയണമെന്നാണ് നിർദ്ദേശം. എന്നാലും തനിക്ക് എല്ലാം പറയാൻ കഴിയുമോ? അവൻ്റെ ചുണ്ടിൽ വീണ്ടും ചിരിയൂറി. സമയം 10 മണി. വാതിൽക്കൽ ഒരു ചലനം. വിജയൻ തല തിരിച്ചു. മോഹിനി ചേട്ടത്തി ഹേമലതയെ മുറിയിലേക്ക് തള്ളിവിട്ടിട്ട് വാതിലടയ്ക്കുന്നു. പതിയെ ഹേമലത കിടക്കൊക്കെ അരികിലേക്ക് വന്നു. അവളുടെ മുഖത്ത് ആദ്യ രാത്രിയോട് ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ടിയിരുന്ന അമ്പരപ്പോ ഭീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ കിടക്കയിൽ നിന്ന് എണീറ്റ് അവളുടെ കരം കവർന്നിട്ട് തൻ്റെ അരികിൽ പിടിച്ചിരുത്തി. ആ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ അധിക നേരം അവൻ അങ്ങനെ ഇരിക്കാനായില്ല. അത്ര ശക്തിയായിരുന്നു ആ കണ്ണുകൾക്ക്.
ഹൃദയം പിളർന്ന് അകത്തേക്കിറങ്ങുന്ന നോട്ടം. അവൻ ദൃഷ്ടികൾ മാറ്റി. അവൾ മനസ്സിൽ ചിരിച്ചു. രാത്രി ഏറെ ഇരുട്ടിയിരുന്നു. നീരേറ്റുപുറം തറവാട്ടിൽ കനത്ത നിശബ്ദതയായിരുന്നു. വിജയനും ഹേമലതയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം എപ്പോഴേ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം അർദ്ധരാത്രി കഴിഞ്ഞു. ഇനി ഉറങ്ങണ്ടേ? വിജയൻ അവളെ തന്നിലേക്ക് ചേർത്തണച്ചു. ഉറങ്ങാം. തുറന്നു കിടന്നിരുന്ന ജനാല അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. അതങ്ങ് അടയ്ക്കട്ടെ. എന്താ, പേടിയാണോ വിജയേട്ടന്? അതുവഴി ആരെങ്കിലും വരുമെന്ന്? ഒരു സെക്കൻഡ് അവൻ്റെ മുഖമൊന്ന് വിളറി. തലേന്ന് രാത്രിയിലത്തെ ഓർമ്മ. പക്ഷേ അവൻ ആ ഭാവം മറച്ചു. ഏയ്, തണുപ്പ് അകത്തേക്ക് വരാതിരിക്കാൻ. ഈ അവസരത്തിൽ തണുപ്പല്ലേ നല്ലത്? അവൾ ചോദിച്ചു പോയി. പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ലൈറ്റ് അണഞ്ഞു. ഇരുവരും കിടക്കയിലേക്ക് മറിഞ്ഞു. അവരുടെ സിരകളിൽ വികാരത്തിന്റെ പൂത്തിരികൾ കത്തി. പുറത്ത് ഇലഞ്ഞിമരം ഒന്നുലഞ്ഞു. അതിന്റെ പൂക്കളുടെ ഗന്ധം ഹേമലതയ്ക്ക് അരികിലെത്തി. മുറിക്കുള്ളിലെ ഇരുളിൽ നീരാളിയെപ്പോലെ ആയിരക്കണക്കിന് കൈകൾ നീട്ടി ഒരു കെട്ട് തലമുടി ഇളകി പറക്കുന്നത് ഇരുവരും കണ്ടില്ല. തുടങ്ങിക്കോ. ഈ രാത്രി നിനക്കുള്ളതാണ്. ഈ രാത്രി കഴിഞ്ഞാൽ ഇവൻ നിന്റെ അടിമ. ഹേമലതയുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വിജയം പ്രതീക്ഷിക്കാത്തതാണ് അവിടെ സംഭവിച്ചത്. ഹേമലതയ്ക്ക് കൊടുങ്കാറ്റിന്റെ കരുത്താണെന്ന് അവന് തോന്നി. ആ ശക്തിക്ക് മുന്നിൽ അവൻ നിലവിളിക്കാതിരിക്കാൻ പാടുപെടുകയായിരുന്നു. പ്രഭാതം. ജനാലയിലൂടെ വെളിച്ചം അകത്തേക്ക് അരിച്ചെത്തി. വിജയൻ കണ്ണുകൾ തുറക്കുമ്പോൾ അരികിൽ ഹേമലത ഉണ്ടായിരുന്നില്ല. ഇത്ര നേരത്തെ അവൾ എണീറ്റുവെന്ന് അവൻ ചിന്തിക്കുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്നത് കേട്ടു. വിജയൻ പുതപ്പ് കഴുത്ത് വരെ വലിച്ചിട്ടു. ശരീരത്തൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി ഓർക്കുമ്പോൾ തന്നെ അവന് നടുക്കവും അമ്പരപ്പുമായിരുന്നു. എന്തൊരു കരുത്തായിരുന്നു! തനിക്കിതൊന്നും പുത്തരിയല്ല. പക്ഷേ ആദ്യമായാണ് ഇങ്ങനെ ഒരു പെണ്ണ്. നിലവിളിച്ചു പോകും താനെന്ന് തോന്നി. പിന്നെ അടക്കി പിടിച്ച് കിടന്നു. അവൾക്ക് താൻ പരാജയപ്പെട്ടെന്ന് തോന്നിക്കൂടല്ലോ. ആദ്യ രാത്രി തന്നെ താൻ അവൾക്ക് കീഴടങ്ങിയെന്ന് വന്നാൽ ഈ ജീവിതകാലം മുഴുവൻ ഇനി അങ്ങനെ തന്നെ ആയിപ്പോകും. എപ്പോഴാണ് ഹേമലത ആക്രമണം മതിയാക്കിയതെന്ന് അവന് ഓർമ്മയില്ല. ഒരുതരം അർദ്ധബോധാവസ്ഥയിലായിരുന്നല്ലോ. എങ്കിലും സംശയം പിന്നെയും ബാക്കി നിൽക്കുന്നു. ആദ്യമായല്ല അവൾ ഒരു പുരുഷനോടൊത്ത് എന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ ഇനി എന്തു ചെയ്യും? താലി കെട്ടിപ്പോയില്ലേ. ഈ ലോകത്ത് പല പുരുഷന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കാണുമെന്ന് അവന് തോന്നി. അഭിമാനമോർത്ത് ആരും പുറത്തു പറയാതിരിക്കുകയാവും. വിജയൻ തലയിണയുടെ അടിയിൽ നിന്നും സിഗരറ്റും ലൈറ്ററും എടുത്തു. ഒരെണ്ണം ചുണ്ടിൽ വച്ച് കത്തിച്ചു. പുകവലി ഈ മുറിക്കുള്ളിൽ വച്ചും പിന്നെ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴുമേ ഉള്ളൂ. അച്ഛനോ അമ്മയ്ക്കോ ഇന്ന് വരെ അറിയില്ല താൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുമെന്ന്. 2-3 കവിൾ പുക വിഴുങ്ങിയപ്പോഴേക്കും ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ഹേമലത പുറത്തു വന്നു, കുളിച്ച് ഈറനോടെ. അപ്പോൾ അവളെ കണ്ടാൽ ഒരു കാനന കന്യകയുടെ ഭാവമായിരുന്നു. ഉണർന്നല്ലോ. അവനെ നോക്കി അവൾ മനോഹരമായി ചിരിച്ചു. സംതൃപ്തമായ ചിരി. വിടർന്ന മിഴികളിൽ 1000 നക്ഷത്രങ്ങളുടെ തിളക്കം. അതോ ഒരു പരിഹാസഭാവമാണോ? വിജയനും ചിരിച്ചെന്ന് വരുത്തി. അലമാറ തുറന്ന് അവൾ പുതിയ വസ്ത്രങ്ങൾ എടുത്തു. ഇപ്പോൾ അവളെ അരുകിൽ പിടിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ കുസൃതി കാട്ടേണ്ടതാണ്. വിജയന് അതിന് കഴിഞ്ഞില്ല. വെറുതെ അവളെ നോക്കിക്കൊണ്ട് കിടന്നു. സെറ്റ് സാരിയാണ് ഹേമലത ധരിച്ചത്. അതിന് ചേരുന്ന ബ്ലൗസും. ആ വേഷത്തിൽ അവളെ കണ്ടാൽ ഒരു അപ്സരസ് ആണെന്ന് തോന്നിപ്പോകുമായിരുന്നു. അവൾ വന്ന് ഭർത്താവിന്റെ അരികിൽ കിടക്കയിലിരുന്നു. അവന്റെ ചുണ്ടിൽ നിന്നും സിഗരറ്റ് എടുത്ത് തറയിലിട്ട് ചവിട്ടി കിടത്തി. പിന്നെ ആ മുഖം കൈക്കുമ്പിളെടുത്ത് ചുണ്ടോട് ചേർത്തു. അവളുടെ ചുണ്ടുകൾക്ക് അപ്പോൾ വല്ലാത്തൊരു സുഖമുണ്ടെന്ന് അവൻ അറിഞ്ഞു. വേണ്ട വേണ്ട, അവൾ കുതറി മാറി. ഞാൻ പോയി കാപ്പി കൊണ്ടുവരാം. നല്ല കുട്ടിയായി ഇവിടെ കിടക്ക്. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയപ്പോൾ വിജയൻ ഓർത്തു, തന്റെ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണ്. സ്നേഹമുള്ളവളാണ് ഹേമ, തന്നെ അനുസരിക്കുന്നവൾ. ഹേമലത അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മയും ചേട്ടത്തിമാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ കാപ്പി എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ രാവിലത്തേക്കുള്ള ഭക്ഷണത്തിന് ഒരുക്കു കൂട്ടുകയാണ്. സഹായത്തിന് വേലക്കാരികളുമുണ്ട്. ഹേമലതയെ കണ്ടതും എല്ലാവരും ഒന്നിച്ചു തിരിഞ്ഞു. അല്ല, പുതുപെണ്ണ് രാവിലെ എണീറ്റ് കുളിയും കഴിഞ്ഞോ? ഹേമലതയ്ക്ക് നാണം തോന്നി. വിജയലക്ഷ്മി അമ്മയ്ക്ക് മരുമകളുടെ ആ വേഷം നന്നായി ഇഷ്ടപ്പെട്ടു.
അവർ വന്ന് അവളുടെ കരം കവർന്നു. വിജയൻ സാധാരണ എണീക്കുമ്പോൾ 8 മണിയാകും. ഉടനെ ഒരു കടുങ്കാപ്പി വേണം. മകന്റെ ചിട്ടകൾ മരുമകളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഇനി മുതൽ അവളാണല്ലോ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത്. ചേട്ടത്തിമാർ ഹേമലതയെ അടിമുടി നോക്കി. അവൾ പൂത്തുലഞ്ഞു. അവർ അർത്ഥവത്തായി തലകുലുക്കി. എങ്ങനെയും അവിടെ നിന്നും ഓടിപ്പോയാൽ മതിയെന്ന് തോന്നി അവൾക്ക്. വിജയലക്ഷ്മി അമ്മ 2 കപ്പുകളിൽ കാപ്പി ഒഴിക്കുകയായിരുന്നു. മോഹിനി ചേട്ടത്തി അവളുടെ അരികിൽ പതിയെ തിരക്കി. രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നല്ലോ. വല്ലാത്ത ക്ഷീണവും കാണുന്നുണ്ട്. ഞങ്ങളുടെ ചെറുക്ക ഒരു പാവമാണ്. ഒന്നും പറയാതെ കാപ്പിയുമായി ധൃതിയിൽ അവൾ അവിടെ നിന്നും പോയപ്പോൾ മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. വിജയലക്ഷ്മി അമ്മ പോലും ചിരിയിൽ പങ്കുചേർന്നു. പാവം കുട്ടി. അന്ന് ഉച്ച കഴിഞ്ഞ നേരം വിജയന്റെ ചേട്ടന്മാരുടെ മക്കളുമായൊക്കെ ഹേമലത ചങ്ങാത്തം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ആകെ 14 കുട്ടികൾ. മൂത്തയാൾ രാഘവന്റെ മകനാണ്. ഏറ്റവും പ്രായം കൂടിയത് 14 വയസ്സ്. ഈ വർഷം അവൻ 10ാം ക്ലാസ്സിലാണ്. പേര് ആനന്ദ്. അതിന്റെ ഇളയതാണ് ബാക്കി എല്ലാവരും. കൂട്ടത്തിൽ ഹേമലതയ്ക്ക് ഏറ്റവും പ്രിയം തോന്നിയത് ബാലഗോപാലന്റെ മകൾ മീരയോടാണ്. കൂട്ടത്തിൽ സുന്ദരിയും കിലുക്കാമ്പെട്ടിയുമാണ് അവൾ. 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കുട്ടികളോടൊപ്പം ഹേമലത ആ തറവാട്ട് വളപ്പ് കാണാനിറങ്ങി. മീര അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടന്നത്. ആദ്യം അവർ ഇലഞ്ഞിച്ചോട്ടിലെത്തി. എന്തോ ഒരാകർഷണം ഉണ്ടായതുപോലെയാണ് ഹേമലതയുടെ കാലുകൾ അങ്ങോട്ട് നീങ്ങിയത്. ഇലഞ്ഞിത്തറയിൽ അവൾ ഇരുന്നു. കുഞ്ഞമ്മയ്ക്ക് ഇലഞ്ഞിപ്പൂമാല ഇഷ്ടമാണോ? കുട്ടികൾ തിരക്കി. അവൾ മൂളി. അത് കേൾക്കാത്ത താമസം കുട്ടികൾ പൂക്കൾ പെറുക്കുവാൻ തുടങ്ങി. ഒരാൾ ഓടിപ്പോയി വാഴയിൽ നിന്നും വള്ളി പറിച്ചു കൊണ്ടുവന്നു. അവർ മാല കോർക്കാൻ തുടങ്ങി. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, മീര വിളിച്ചു. എന്താ മോളെ? ഇലഞ്ഞിയിൽ യക്ഷികൾ വരാറുണ്ടോ? അവൾ അറിയാതെ മുകളിലേക്ക് നോക്കിപ്പോയി. ചെറുകാറ്റിൽ ഇലഞ്ഞിമരത്തിന്റെ ശിഖരങ്ങൾ തലയാട്ടി. പൂക്കൾ ധാരാളം വീണു. അവളുടെ ശിരസിലും മുഖത്തും മുടിയിലുമൊക്കെ. ആരാ മോളോട് ഇങ്ങനെ പറഞ്ഞത്? മമ്മി. വെറുതെ പറഞ്ഞതാ മോളെ പേടിപ്പിക്കാൻ. സത്യമാണെന്നാ മമ്മി പറഞ്ഞത്. യക്ഷികൾക്ക് ഇലഞ്ഞിപ്പൂ വളരെ ഇഷ്ടമാണ് പോലും. അപ്പോ നമ്മുടെ കുഞ്ഞമ്മയും യക്ഷിയായിരിക്കണമല്ലേ? ആനന്ദ് അവളെ കളിയാക്കി. മീര മുഖം വെറുപ്പിച്ചു. ഹേമലതയുടെ കണ്ണുകൾ ഒരു നിമിഷം ആനന്ദിന്റെ മുഖത്ത് തറഞ്ഞു. മറ്റാരും അറിയാതെ അവളുടെ അണപ്പല്ലൊന്ന് ഞെരിഞ്ഞു. കുട്ടികൾക്ക് ഓർത്തു കൊടുത്ത മാല ഹേമലത മുടിയിൽ അണിഞ്ഞു. അവിടെ നിന്നും വടക്കുപുറത്തുകൂടി പടിഞ്ഞാറ് ഭാഗത്തെ കുളത്തിനരികിലെത്തി. ഭംഗിയായി കെട്ടിയുയർത്തിരിക്കുന്ന ചുവരുകൾ. ഒരു ഭാഗത്ത് വലിയ പടവുകൾ. സ്ത്രീകൾ മാത്രം കുളിക്കുന്ന കുളമാകയാൽ പുരുഷന്മാരാരും അങ്ങോട്ട് അടുക്കാറേയില്ലായിരുന്നു. കുളത്തിൽ നിശ്ചലമായി കിടക്കുന്ന നീലജലത്തിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ഒരുപാട് കുഴിയുണ്ടോ ഈ കുളത്തിന്? മറുപടി പറഞ്ഞത് ആനന്ദാണ്. 4 ആൾ വെള്ളമുണ്ടെന്നാ പറയുന്നത്. ഹേമലതയുടെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പൊളഞ്ഞു. മനസ്സ് അവളോട് പറയുന്നത് പോലെ തോന്നി. ഈ കുളം നിനക്ക് ആവശ്യമായി വരും. കുളത്തിനപ്പുറത്ത് വാഴത്തോട്ടമായിരുന്നു. കുലച്ചതും കുലയ്ക്കാറായി നിൽക്കുന്നതുമായ വാഴകൾ. അതിനപ്പുറത്ത് ചേനയും കാച്ചിലും കപ്പയും മറ്റും. അവൾ തോട്ടത്തിനിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നീങ്ങി. നിറയെ കായ്ഫലമുള്ള തെങ്ങുകളും അടയ്ക്കാമരങ്ങളും. എല്ലാം ചിട്ടയോടുകൂടി നോക്കി നടത്തുന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. രാഘവനും ശാർങ്ങതനും പരശുരാമും കൂടി അധ്വാനിച്ചതിന്റെ ഫലം. മൂവരും അതിരാവിലെ തന്നെ പറമ്പിലോ പാടത്തോ ഇറങ്ങും. വെയിൽ മൂക്കും മുമ്പ് 6 ആളുകളുടെ ജോലി ചെയ്യും. പിന്നെ സായാഹ്നത്തിലേ ബാക്കിയുള്ളൂ. പക്ഷേ എല്ലാറ്റിൻ്റെയും മേൽനോട്ടവുമായി ഭദ്രംകാരനവർ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാരണവർ കണ്ടുപിടിച്ചിരിക്കും. മക്കളും മരുമക്കളും ഇപ്പോഴും അയാളുടെ മുന്നിൽ എത്തുവാൻ മടിക്കും. ഒരൊറ്റ തീരുമാനമേയുള്ളൂ. ഭൂമി പിളരുന്നു എന്ന് പറഞ്ഞാലും അതിന് മാറ്റമുണ്ടാവില്ല. അതാണ് ഭദ്രംകാരനവർ. ഹേമലതയും കുട്ടികളും തെക്കുഭാഗത്തെത്തി. അവിടെ കൊഴുത്തുരുണ്ടു നിൽക്കുന്ന പശുക്കളെ കണ്ടപ്പോൾ ഹേമലതയുടെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും വലിയ പശുക്കളെ അവൾ ആദ്യം കാണുകയായിരുന്നു. തൊഴുത്തിനരികിൽ വലിയ അടുപ്പുകൾ. പശുക്കൾക്കുള്ള കാടി തിളപ്പിക്കുന്നതും മറ്റും അവിടെയാണ്. തൊഴുത്തിന് പിന്നിൽ പുൽത്തോട്ടമുണ്ടായിരുന്നു. പശുവിന് കൊടുക്കുന്ന തീറ്റപ്പുല്ല്. ഒരു മനുഷ്യൻ അവിടെ നിന്ന് പുല്ലറുക്കുന്നത് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ. അതാരാ? ഹേമലത തിരക്കി. നമ്മുടെ പശുപാലകനാണ്. ആനന്ദ് കളിയാക്കി ചിരിച്ചു. പേര് അതിന് പറ്റിയത് തന്നെ, ഗോപാലൻ.
ഹേമലത അയാളെ നോക്കി. ആ ചെറുപ്പക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം തന്റെ ജോലി തുടർന്നു. പെട്ടെന്ന് ഹേമലതയുടെ തലച്ചോറിൽ ഒരു കരിന്തൾ പുളഞ്ഞു. അവളുടെ കണ്ണുകൾ അടുപ്പുകളിൽ ഒന്നിൽ തറഞ്ഞു. അവിടെ കത്തിയെരിയുന്ന തീ തെളിഞ്ഞ് അതിൽ വീണെരിയുന്ന തലമുടി, കത്തിക്കരിയുന്ന തലമുടിയുടെ ഗന്ധം, ഹൃദയം പിളരുന്ന നിലവിളികൾ. ഹേമലത പരിസരം തന്നെ മറക്കുകയായിരുന്നു. ഉൾക്കണ്ണുകളിൽ അവൾ നടുക്കമുണർത്തുന്ന പലതും കാണുകയായിരുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും. കുഞ്ഞമ്മേ! മീര അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. ചകിതഭാവത്തിൽ അവൾ മീരയെ നോക്കി, മറ്റു കുട്ടികളെ നോക്കി. എല്ലാവരും നിന്ന് ചിരിക്കുകയാണ്. കുഞ്ഞമ്മ പകൽക്കിനാവ് കാണുകയായിരുന്നോ? ആനന്ദ് ചോദിച്ചു. അതിനവൾ മറുപടി പറഞ്ഞില്ല. നോട്ടം വീണ്ടും ആ അടുപ്പിനു നേരെ ചെന്നു. അതിനുള്ളിൽ തീ എരിയുന്നുണ്ടായിരുന്നില്ല. കരിയുന്ന തലമുടിയില്ല, ചാരം മാത്രം. ഹൃദയം പിളരുന്ന നിലവിളി എങ്ങും കേൾക്കുന്നില്ല. ഒക്കെ തോന്നലുകൾ മാത്രം. എന്താ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുവാൻ? അതും വിചിത്രമായ കാര്യങ്ങൾ. അവൾക്ക് ഒന്നും പിടികിട്ടിയില്ല. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഒന്നു മാത്രം അറിഞ്ഞു, തനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടെ മാത്രം. അതെന്താണ്? നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.